ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. 15 നോമ്പിൻ്റെ അവസാന ദിനവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവുമായ ഇന്ന് ജനാധിപത്യം നീതിനിഷ്ഠവും സത്യബദ്ധവും എന്ന ചിന്താവിഷയമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഡെമോക്രസി റൂട്ടഡ് ഇൻ ജസ്റ്റിസ്, ഗൈഡഡ് ബൈ ട്രൂത്ത്. ഇതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. അതിൻ്റെ 31ഉം 32ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യെരുശലേം ദേവാലയത്തിൽ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കുറ്റം വിധിക്കുവാനായി വന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു നടത്തുന്ന സംഭാഷണങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലമായി നാം മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾ കേട്ട് പലരും അവനിൽ വിശ്വസിച്ചുവെങ്കിലും തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് 31 മുതലുള്ള വാക്യങ്ങളിൽ യേശു സംഭാഷിക്കുന്നത്. ഒന്നാമതായി ദൈവിക വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യരാകുവാൻ ഉള്ള ആഹ്വാനമാണ് യേശു കർത്താവ് ഇവിടെ നൽകുന്നത്. ഈ ഭാഗത്ത് നിലനിൽക്കുക എന്ന പദം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. യവനായ ഭാഷയിൽ മെനോ എന്ന പദത്തിൽ നിന്നാണ് റിമെയിൻ എന്ന പരിഭാഷ ചെയ്തിരിക്കുന്നത്. വചനത്തിൽ നിലനിൽക്കുന്ന, തുടരുന്ന അനുഭവം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിലനിൽക്കുക എന്ന ഈ ഭാഷാ പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യത്തിൽ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് ക്രിസ്തു പറയുമ്പോൾ ക്രിസ്തുവിലുള്ള നിലനിൽപ്പും തുടർച്ചയുമാണ് ഉദ്ദേശിക്കുന്നത്. വചനത്തിലുള്ള തുടർച്ചയാണ് ശിഷ്യത്വത്തിലുള്ള നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലാണ് സത്യം എന്തെന്ന് തിരിച്ചറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യ അനുഭവത്തിലാകുവാൻ ദൈവവചനത്തിലും സംസർഗത്തിലും നിലനിന്ന് ശിഷ്യത്വ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് നമുക്ക് ജീവിത വഴികളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് നീതിനിഷ്ഠവും സത്യബദ്ധവുമായി തീരുന്നത് ദൈവിക നീതിയിലും ദൈവിക സംസർഗത്തിലുമുള്ള നിലനിൽപ്പും ജീവിത തുടർച്ചയും നമ്മുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രാവർത്തികമാകുമ്പോഴാണ്. ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യരായി നോമ്പുകാലങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. അത് ആത്യന്തികമായി സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ സാമൂഹിക ക്രമത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമതായി ദൈവിക സത്യത്തെ ഉൾക്കൊള്ളുന്ന ശിഷ്യരാകുവാനാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. 33-ാം വാക്യത്തിൽ ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല എന്ന് യഹൂദ പറയുമ്പോൾ അവരുടെ പാപാവസ്ഥയെ ഉൾക്കൊള്ളുവാനുള്ള വിമുഖതയാണ് സൂചിപ്പിക്കുന്നത്. സ്വയം നീതീകരണത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് യഹൂദ സമൂഹത്തിന് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാനാവാതെ പോയത്. തങ്ങൾക്ക് പാപത്തിൻ്റെ ബന്ധനമുണ്ടെന്ന് അംഗീകരിക്കാതെ ഒരാൾക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയെ ആസ്വദിക്കാനാവില്ല. തങ്ങളുടെ പിതൃപാരമ്പര്യത്തിലും അബ്രഹാമിൻ്റെ സന്തതി എന്ന പദവിയിലും മതിമറന്നിരുന്ന യഹൂദജനം ദൈവിക നീതീകരണത്തിനേക്കാൾ അധികം സ്വയം നീതീകരണത്തിൽ അഭിമാനിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെ തിരിച്ചറിയാതെ, തിരുത്താതെ, തെറ്റുകൾക്കതീതരാണ് ഞങ്ങളെന്ന സ്വയം വിലയിരുത്തലിൽ സത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും യഹൂദർ അകന്നുപോയി. നിരന്തരമായി സംഭവിക്കുന്ന തെറ്റുകൾ പോലും അംഗീകരിക്കാതെ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ, സ്വയം പുകഴ്ത്തലുകളാലും സ്തുതിപാഠകരാലും മതിമറക്കുന്ന അധികാര കേന്ദ്രങ്ങൾ യഹൂദരെ പോലെ ജനാധിപത്യ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനീതിനിഷ്ഠവും അസത്യബന്ധവുമാക്കുന്ന നേർക്കാഴ്ചകൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. പച്ചയായ ജീവിത സത്യങ്ങളെ ഉൾക്കൊണ്ട് പശ്ചാത്താപപ്പെടുന്ന ജീവിതക്രമത്തിന് മാത്രമേ നീതിയുടെയും സത്യത്തിൻ്റെയും വക്താക്കളായി നിലനിൽക്കുവാൻ സാധിക്കൂ. അപ്രകാരം ദൈവവചനത്തിലും ദൈവിക സത്യത്തിലും നിലനിൽക്കുന്ന ശിഷ്യാനുഭവത്തിലുള്ളവരെയാണ് പുത്രൻ സ്വാതന്ത്ര്യം വരുത്തി സാക്ഷാത് സ്വതന്ത്രരാക്കുമെന്ന് 36-ാം വാക്യത്തിൽ പറയുന്നത്.
ദൈവിക സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവവചനത്തിലും ദൈവിക സത്യത്തിലും നിലനിൽക്കുന്ന നോമ്പനുഭവങ്ങൾ തന്ന ദൈവത്തെ സ്തുതിക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം തുടർന്ന് നമ്മുടെ രാജ്യത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവിക വചനത്തിൽ നിലനിൽക്കുന്ന ദൈവിക സത്യത്തെ ഉൾക്കൊള്ളുന്ന നല്ല ശിഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിലൂടെ നീതിനിഷ്ഠവും സത്യബദ്ധവുമായ രാഷ്ട്രത്തെ നിർമ്മിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.